ഹലോ നമസ്കാരം. കളി ജയിക്കാൻ പാകിസ്ഥാന് വേണ്ടത് 12 പന്തിൽ 21 റൺസ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് ഒരുപക്ഷെ വേണമെങ്കിൽ 19-ാം ഓവർ അർഷദീപ് സിംഗിന് കൊടുക്കാമായിരുന്നു. അവസാന ഓവർ ജസ്പ്രീത് ബുംറയ്ക്ക് വേണ്ടി മാറ്റിവെക്കാമായിരുന്നു. പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. 19-ാം ഓവറിൽ തന്നെ കളി തീർക്കാൻ വേണ്ടി ക്യാപ്റ്റൻ രോഹിത് ഒരുപക്ഷെ ബുംറയോട് ആവശ്യപ്പെട്ടേക്കാം. ബുംറ തൻ്റെ പതിവ് ജോലി പോലെ തന്നെ അത് വളരെ കൂളായിട്ട് തന്നെ നിറവേറ്റി. വെറും 3 റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റും നേടി. ഒരുപക്ഷെ ഇന്ത്യയുടെ ലിമിറ്റഡ് ഓവറിലെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പേസ് ബൗളർമാരിൽ ഒരാളായ ജസ്പ്രീത് ബുംറ ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ ഒരു വിജയം സാധ്യമാവുമായിരുന്നില്ല. വളരെ ചെറിയൊരു ടോട്ടലിനെ 119 ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ റിസ്വാനെ പോലൊരു അറ്റാക്കർ അടിക്കുന്ന സമയത്ത് റിസ്വാനെ മടക്കി അയച്ച് ഇന്ത്യയുടെ വിജയത്തിലേക്കുള്ള ആദ്യ ചൂണ്ടുപലക നേടിയതും ജസ്പ്രീത് ബുംറ തന്നെ. എന്നാൽ ബുംറയുടെ മികവിനിടയിലും നമ്മൾ കാണാതെ പോയ ഒരാളുണ്ട്, ഋഷഭ് പന്ത്. വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു പിച്ചിൽ ഇന്ത്യക്ക് ഇത്രയെങ്കിലും എത്താൻ സാധിച്ചെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത് ഋഷഭ് പന്തിനാണ്. ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, ലൈഫ് കിട്ടിയിട്ട് ക്യാച്ചുകൾ കൈവിട്ടത് കൊണ്ടല്ലേ ഋഷഭ് പന്ത് ഇത്രയും റൺസ് അടിച്ചതെന്ന്. ശരിയാണ്. പക്ഷേ ക്യാച്ച് കൈവിടുന്നത് ഫീൽഡർമാരുടെ കഴിവുകളാണ്. അതിന് ഋഷഭ് പന്തിനെ കുറ്റം പറയേണ്ട കാര്യം നമുക്കില്ല. ഋഷഭ് പന്ത് പ്രത്യേകിച്ചും T20 ഫോർമാറ്റിൽ ഒരു റിസ്കി ഫാക്ടർ കൂടി അതിലുണ്ട്. അല്പം റിസ്ക് എടുത്താൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. പന്ത് അത് വളരെ വൃത്തിയായി ചെയ്യുക തന്നെ ചെയ്തു. ഇനി പാകിസ്ഥാൻ്റെ ഒരു സാധ്യതകൾ ഈ ടൂർണമെൻറ്റിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ വളരെ മോശം അവസ്ഥയിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം. പുറത്തേക്കുള്ള വഴിയിലാണ് ഓൾമോസ്റ്റ് അവർ നിൽക്കുന്നത്. USA ഏറ്റ പരാജയം അവരെ പാടെ തളർത്തിയിരിക്കുന്നു. അയർലൻഡും പാകിസ്ഥാനും ഇതുവരെ തങ്ങളുടെ അക്കൗണ്ട് തുറന്നിട്ടില്ല. അതേസമയം ഇന്ത്യയും USAയും 2 കളികളും വിജയിച്ചിരിക്കുന്നു. കാനഡ ഒരു കളി വിജയിച്ച് ഗ്രൂപ്പ് എയിൽ നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാന് ഇനി വേണമെങ്കിൽ അടുത്ത മത്സരങ്ങളിൽ കാനഡയോടും അയർലൻഡിനോടും കൂറ്റൻ വിജയം നേടി മറ്റുള്ളവർ തോൽക്കുന്നത് കാത്തിരിക്കാൻ പ്രാർത്ഥിക്കാം. പക്ഷേ അതൊക്കെ എത്രത്തോളം സംഭവിക്കും എന്നുള്ളത് തന്നെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു വിധത്തിൽ നടക്കാത്ത അവസ്ഥ തന്നെയാണ്. കാരണം ഇന്ത്യക്ക് ഇനി കളിക്കാനുള്ള USA യോട് എങ്ങാനും തോറ്റാൽ പോലും ഇന്ത്യക്ക് കൂളായിട്ട് കയറാൻ പറ്റും. പിന്നീട് കളിക്കുന്നത് കാനഡയോടാണ്. അതേസമയം USAക്ക് ഇനി അടുത്തൊരു കളി വരുന്നത് അയർലൻഡിനോടാണ്. നമ്മൾ ഒരു കാലത്ത് 80കളിലും 90കളിലും 2000-ൽ പോലും നമ്മൾ കണ്ടിരുന്ന ഒരു പാകിസ്ഥാൻ ടീമല്ല ഇപ്പോഴുള്ളത്. സയ്യിദ് അൻവറിൻ്റെയും ജാവേദ് മിയാന്താവിൻ്റെയും ഇമ്രാൻഖാൻ്റെയും ഇങ്ങ് താഴേക്ക് പോന്നു കഴിഞ്ഞാൽ യൂനിസ് ഖാൻ്റെയും മിസ്ബാഉൽ ഹക്കിൻ്റെയും ഇൻസമാമുൽ ഹക്കിൻ്റെയും എല്ലാം സ്ഥാനത്ത് നമ്മളിപ്പോൾ കാണുന്നത് ഷദാബ് ഖാനെയും ഇഫ്തിഖാറിനെയും പോലുള്ള ഇമാദ് വസീമിനെയും പോലുള്ള പലരെയുമാണ്. എന്തായാലും പാകിസ്ഥാൻ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനി പിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ T20 മത്സരം കാണാൻ ആളുകൾ വരുന്നത് TV-ക്ക് മുന്നിലിരിക്കുന്നത് പ്രധാനമായും റൺസ് ഒഴുകുന്നത് പ്രതീക്ഷിച്ച് തന്നെയാണ്. അവരെ നിരാശരാക്കുന്ന ഒരു പിച്ച് തന്നെയാണ് ഇത്തവണ USAയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പക്ഷേ മത്സരങ്ങൾ ടൈറ്റായി എന്നുള്ളത് മാത്രമാണ് ആകെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ ഇന്നലത്തെ മത്സരം തന്നെ 119 ചേസ് ചെയ്യാനുള്ള പ്രശ്നം നമ്മൾ കണ്ടതാണ്. എന്തായാലും ലോകകപ്പ് മുന്നേറുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്